ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ രാവിലത്തെക്കുറിച്ച് വിശേഷങ്ങളാകട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അമ്മ ദേ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കഞ്ഞി വയ്ക്കുന്നത് അടുപ്പത്താണ്. അത് ഈ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ടൊന്നുമല്ല, പണ്ട് മുതലേ ശീലം അങ്ങനെ കേട്ടോ. പിന്നെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ കട്ടൻ കാപ്പിയിൽ നിന്നാണ്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ ഈ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുമ്പോൾ ഉള്ളൊരവസ്ഥയുണ്ടല്ലോ, അതുപോലെ ഒരു സുഖം ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. അങ്ങനെ ദേ ഞാൻ വാതുക്കിയിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ മീൻചേട്ടൻ വരുന്നത്. ഇതാട്ടോ ഷായി ചേട്ടൻ, ഞങ്ങളുടെ ഇവിടെ മീനും കൊണ്ട് വരുന്ന ചേട്ടനാകട്ടോ ഇത്. രാവിലെ എല്ലാവരും ഈ ചേട്ടയിൽ തന്നെ ആയിരിക്കും മിക്കപ്പോഴും മീനൊക്കെ വാങ്ങുന്നത്. ഞങ്ങളും വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ മീൻ. മീൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാശു പറയുന്നത് പൂച്ചയ്ക്കും കൂടെ മീനിട്ട് കൊടുക്കാനാണ്. അങ്ങനെ മീനും കിട്ടിയ മീനുമായിട്ട് നമ്മൾ അകത്ത് കൊണ്ട് വെച്ചിട്ട് രാവിലത്തേക്കുള്ള പരിപാടി തുടങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നൊരു ഇഡലിയാട്ടോ, ഇഡലിയും ചമ്മന്തിയാണ്. അപ്പോൾ ഈ മാവ് അരയ്ക്കുവാണെങ്കിൽ ഒരു ദിവസം ഇഡലിയും ഒരു ദിവസം ദോശയും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കാശുവിന് ഇഷ്ടം കൂടുതൽ ഇഡലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ നേരത്ത് ആ തട്ടിലേക്ക് ഇച്ചിരി എണ്ണ തൂവിയിട്ട് ഒഴിക്കുവാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഇഡലിക്കുള്ള മാവൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ചമ്മന്തി ഇവിടെ വെള്ളച്ചമ്മന്തി കേട്ടോ. വെള്ളച്ചമ്മന്തി ഒന്നും കൂടെ കൂടുതൽ ഇഷ്ടം. ഇച്ചിരി എരിവ് കുറയണമെന്നേ ഉള്ളൂ കാശുവിനാണെങ്കിലും. അങ്ങനെ ഇഡലിയും ചമ്മന്തിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഇവിടെ ചക്കക്കുരു മാങ്ങയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത്. അടുത്തത് ഏറ്റവും വലിയ എനിക്ക് മടിയുള്ളൊരു പരിപാടിയാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും കറണ്ട് ബില്ല് കൂടുമെന്നൊരൊറ്റ കാരണത്താൽ മാസത്തിൽ 2 പ്രാവശ്യം മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്ന ഒരു സൈക്കോ ഒരു മദറാകട്ടോ എൻ്റെ. അതുകൊണ്ട് ഞാൻ എന്തായാലും കല്ലേ തന്നെ അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുണിയെല്ലാം കഴുകി അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ഉണ്ട്, നല്ല വെള്ളച്ചമ്മന്തിയും ഉണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കുള്ളതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതാവുമ്പോൾ പണി എളുപ്പമുണ്ടല്ലോ. ഉച്ചയ്ക്ക് ചക്കക്കുരു മാങ്ങയാണ്. നല്ല മാങ്ങയും ചക്കക്കുരും ഒക്കെ ഇട്ട നല്ല ചക്കക്കുരു മാങ്ങയുണ്ട്. പിന്നെ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ, ഉണക്കമീൻ ചമ്മന്തിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതാ കേട്ടോ ഉണക്കമീൻ ചമ്മന്തി. ഈ ചക്കക്കുരുമാങ്ങി ഉണക്കമീൻ ചമ്മന്തി തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല കോംബോയാണ്. അതെല്ലാം കഴിഞ്ഞത് ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്, കാശുവിന് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ അവന് ഫുഡ് കൊടുക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ.